ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം, മോട്ടിവേഷന് വേണ്ടി എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾക്ക് നടുവിലാണ് നിങ്ങളെല്ലാം. പ്രത്യേകിച്ച് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുന്ന വാർത്തകളെല്ലാം തന്നെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് കൂടുതലും. പോസിറ്റീവായിട്ടുള്ള വാർത്തകളെ പ്രൊജക്റ്റ് ചെയ്യാൻ കൂടുതൽ ആളുകൾ ആരും തയ്യാറാകുന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങൾ മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കൂടുതൽ ആളുകൾ കാണുന്ന വാർത്തകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും അത് വിഷ്വൽ മീഡിയാസ് ആയാലും അവർക്കെല്ലാം വേണ്ടത് കൂടുതൽ വ്യൂവേഴ്സാണ്, നിങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് അല്ല ഒരിക്കലും. എല്ലാം ഒരു മണി മേക്കിംഗ് ബിസിനസ്സാണ്, അവരുടെ ബിസിനസ് ഡീൽസിൻ്റെ ഭാഗമാണ് അതെല്ലാം. അത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മണിക്കൂറുകൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും സ്പെൻഡ് ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ യഥാർത്ഥ സക്സസ്സിനുള്ള വഴി തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൂടുതൽ കാണാൻ ശ്രമിക്കുക, അത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മീഡിയാസ് ഉണ്ടാക്കി വിടുമ്പോൾ അത് അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റിന് മാത്രമേ അത് സഹായിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഡെവലപ്മെൻറ്റ്സിന് അതൊട്ടും സഹായകരമായിരിക്കില്ല. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ, കൂടുതൽ നല്ല ചിന്തകൾ നിങ്ങൾക്കുണ്ടാകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ആകാൻ കഴിയൂ, എവിടെയെങ്കിലും എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള ശ്രമം ഇന്ന് തന്നെ തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ.